ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിനീസ് വേൾഡ്. നമ്മളിപ്പോൾ നോക്കുന്നത് പാലൊഴിക്കാതെ എങ്ങനെ ഷേക്ക് ഉണ്ടാക്കാമെന്നാണ്. അതിനായി 2 ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 12 ഡേറ്റ്സും എടുത്തിട്ടുണ്ട്, അതായത് ഈന്തപ്പഴം, ഒരു നുള്ളു ഉപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്. അത് ഒരു ചെറിയ തേങ്ങയുടെ ഒരു മുറി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം പഴമാണ് ഇട്ട് കൊടുക്കുന്നത്. എടുത്ത് വെച്ചേക്കണ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്ത് വെച്ചേക്കണ ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വരാം. ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ആദ്യം ഒന്ന് ഒരുവിധം അരഞ്ഞിട്ട് പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് അരഞ്ഞു കിട്ടും. ഒരുവിധം ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ് എന്ത് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഡെക്കറേറ്റ് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. എന്ത് വേണേലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ, ഇഷ്ടമുള്ളതൊക്കെ വെച്ചിട്ട്. ഇത് നമ്മളൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ ഒരു അളവിലെടുത്തിട്ട് എനിക്ക് 2.5 ഗ്ലാസ്സാണ് ഉണ്ടായത്. കുറച്ച് നട്ട്സും മുന്തിരി, പുളിയില്ലാത്ത മുന്തിരി ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ടൂട്ടി ഫ്രൂട്ടി ഇട്ടാണ്, അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നട്ട്സ് എന്തോരം വേണമെങ്കിലും വെച്ച് കൊടുക്കാം. ഇത് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് അടിച്ചെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചെടുക്കേണ്ടി വരും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. വളരെ ഹെൽത്തിയാണ് കേട്ടോ അത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് അത് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.